ശബരിമലയിൽ ഗുരുതി ചടങ്ങുകൾ ആരംഭിച്ചു. മണിമണ്ഡപത്തിന് സമീപം തയ്യാറാക്കിയ തറയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. മകരസംക്രമത്തിന്റെ 6ാം നാളിലാണ് ഭദ്രകാളി പ്രീതിക്കായി ഗുരുതി നടക്കുന്നത്. ഗുരുതി അവസാനിക്കുന്നതോടെ മകരവിളക്ക് പൂജകൾക്കും സമാപനമാകും. വിവരങ്ങളുമായി ഗോകുൽ രമേശും അരുൺ കൊടുങ്ങൂറും ചേരുന്നു. ആദ്യം ഗോകുലിലേക്ക്. ഗോകുൽ, ശബരിമലയിൽ ഗുരുതി ചടങ്ങുകൾ ആരംഭിച്ചുവല്ലോ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് പൂജകൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് മണിമണ്ഡപത്തിന് സമീപം മാളികപ്പുറം ശ്രീകോവിലിന് തൊട്ട് പിറകിലായിട്ട് തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക തറയിൽ ഈ ഗുരുതി ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഭദ്രകാളി പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. പ്രകൃതിയുടെ ചൈതന്യമാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെയും ഭദ്രകാളിയുടെയും പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഗുരുതി ചടങ്ങുകൾ ഈ ദിവസം നടക്കുന്നത്. അതിനുള്ള ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. സന്നിധാനത്ത് ഹരിവരാസനം പാടി ക്ഷേത്രനട അടച്ചതിന് ശേഷമാണ് മണിമണ്ഡപത്തിന് സമീപം ഗുരുതി ചടങ്ങുകൾക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. രാജപ്രതിനിധി പുണർതന്നാൾ നാരായണവർമ്മ തമ്പുരാൻ അദ്ദേഹം ഈ ഗുരുതി ചടങ്ങുകൾ കാണുവാനായിട്ട് ഈ മണിമണ്ഡപത്തിന് മുൻപ് വശത്തായിട്ട് എത്തിയിട്ടുണ്ട്. ആചാരപൂർവ്വം ഉടവാളും ധരിച്ചാണ് അദ്ദേഹം ഈ മണിമണ്ഡപത്തിന് സമീപത്തേക്ക് എത്തിയത്. അദ്ദേഹം എത്തിയതിനു ശേഷമാണ് ഗുരുതി ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ റാന്നിയിലുള്ള കുന്നക്കാട്ട് കുടുംബക്കാർക്കാണ് മാളികപ്പുറത്തെ ഈ ഗുരുതി ചടങ്ങുകൾ നടത്താൻ പരമ്പരാഗതമായിട്ട് കാരായ്മ അവകാശമുള്ളത്. അവരുടെ നേതൃത്വത്തിലാണ് തലമുറകളായിട്ട് ഈ ചടങ്ങുകൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പന്തങ്ങൾ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ഒരു കുറച്ച് സമയം, അരമണിക്കൂറിലധികം നേരം ഈ ഗുരുതി ചടങ്ങുകൾ നീളും. ഒപ്പം ഈ ഗുരുതി ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടുകൂടി ശബരിമലയിലെ ഒരു വർഷം നീണ്ടുനിന്ന മണ്ഡല മകരവിളക്ക് ചടങ്ങുകൾക്ക് കൂടിയിട്ടാണ് പരിസമാപ്തിയാകുന്നത്. ഒപ്പം വലിയ തീർത്ഥാടക സാന്നിധ്യം ഈ ചടങ്ങുകൾക്ക് ഉണ്ട്. ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ, നട തുറന്ന സമയം മുതൽ തന്നെ തീർത്ഥാടകർ ഗുരുതി ചടങ്ങുകൾ കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് മാളികപ്പുറത്തിൻ്റെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇരിപ്പിടം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ഭക്തജന സാന്നിധ്യത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഇന്ന് വൈകുന്നേരം നട തുറന്നത് മുതൽ ഈ ഗുരുതിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ഈ തറ തയ്യാറാക്കുക, അതോടൊപ്പം തന്നെ ഈ പന്തങ്ങളൊക്കെ തയ്യാറാക്കുന്ന ചടങ്ങുകളൊക്കെ നേരത്തെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഹരിവരാസനത്തിന് ശേഷം, ഈ ക്ഷേത്രനട അടച്ചതിന് ശേഷമാണ് ഈ ഗുരുതി ചടങ്ങ് പ്രധാനമായിട്ടും ഈ ഗുരുതി ചടങ്ങുകൾക്ക് പര്യവസാനമാകുന്നത്. എന്തായാലും വേറെ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ എങ്ങും ഉള്ളത്. ഈ ഗുരുതി ചടങ്ങുകൾ കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാ വർഷവും ഈ മകരസംക്രമത്തിന്റെ 6ാം നാളാണ്, മകര ജ്യോതി ദർശനത്തിന് ശേഷമുള്ള 6ാം നാളിലാണ് ഈ മണിമണ്ഡപത്തിന് സമീപം ഈ ഒരു ഗുരുതി ചടങ്ങ് ശബരിമലയിൽ നടക്കാറുള്ളത്. ആചാരപരമായിട്ടുള്ള ഒരു ചടങ്ങാണ്. അത് നടപ്പാക്കുവാനായിട്ട് കൃത്യമായിട്ട് ആളുകൾക്ക് കാരായ്മ അവകാശമുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുന്നക്കാട്ട് കുടുംബക്കാർക്കാണ് ഈ ചടങ്ങുകൾ നടത്തുവാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ കാരായ്മ അവകാശമുള്ളത്. എന്തായാലും അവരുടെ നേതൃത്വത്തിൽ ചടങ്ങുകൾ നടത്തുവാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ കാരായ്മ അവകാശമുള്ളത്. എന്തായാലും അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ചടങ്ങുകൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ചടങ്ങുകളിൽ പങ്കാളിയാകുവാനായിട്ട് ദേവസ്വത്തിന് ഒപ്പം ശബരിമലയുടെ മറ്റ് അധികൃതരും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു ചടങ്ങുകൾ കൂടി കണ്ടുതരാൻ മാത്രമാണ് തീർത്ഥാടകർക്ക് അനുമതിയുള്ളത്. ഇന്ന് ഈ ചടങ്ങുകൾക്ക് ശേഷം മുഴുവൻ തീർത്ഥാടകരെയും ശബരിമലയിൽ നിന്ന് മലയിറക്കുകയും ചെയ്യുന്നുണ്ടാവുക. മണിമണ്ഡപത്തിന്റെ ഉള്ളിൽ നിന്നും ഈ ചടങ്ങുകൾ നടത്തുന്ന ഈ തറയിലേക്ക് എത്തുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചടങ്ങുകൾക്കൊക്കെ തന്നെ ആചാരപരമായിട്ടുള്ള തുടക്കമായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇനി അല്പസമയത്തിനകം തന്നെ ഈ നിണമൊഴുകുന്ന അടക്കമുള്ള ചടങ്ങുകൾ ഈ മണിമണ്ഡപത്തിന് സമീപം നടക്കും. എന്തായാലും ഈ ഒരു ശരണം വിളികളോട് കൂടിയിട്ടാണ് ഈ ചടങ്ങുകളെ ഭക്തർ വരവേറ്റിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ ചടങ്ങുകൾ കൂടി കണ്ടു തുടങ്ങാൻ തീർത്ഥാടകർക്ക് അനുമതിയുണ്ട്. നാളെ രാവിലെ ശബരിമലയിൽ ഭക്തർക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല. നാളെ രാവിലെ ശബരിമലയിൽ ഭക്തർക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല. മറ്റാർക്കും തന്നെ ശബരിമല ദർശനത്തിന് നാളെ അനുമതിയില്ല. നാളെ രാജപ്രതിനിധിയായിട്ടുള്ള പുണർതന്നാൾ നാരായണവർമ്മ തമ്പുരാന് മാത്രമാണ് അയ്യപ്പനെ കണ്ടു തൊഴുവാനായിട്ട് അവസരമുള്ളത്. അതായത് പന്തള രാജാവാണ് അദ്ദേഹം, അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ്. അതുകൊണ്ട് തന്നെ മണികണ്ഠനും പന്തള രാജാവും അച്ഛനും മകനും മാത്രമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് നാളെ രാവിലെ നടക്കുന്നുണ്ടാവുക. നാളെ രാവിലെ 5:30 മണിയോടുകൂടി കൂടിക്കാഴ്ച ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം അദ്ദേഹം തൊഴുതിറങ്ങുന്നതോടുകൂടി ക്ഷേത്ര നട അടച്ച് ശ്രീകോവിലിന്റെ താക്കോൽ കൂട്ടം മേൽശാന്തി രാജപ്രതിനിധിയെ ഏൽപ്പിക്കും. തുടർന്ന് അദ്ദേഹം ഈ ഉടവാളുമായിട്ട് 18ാം പടി ഇറങ്ങി താഴെ എത്തുന്ന വേളയിൽ ആ താക്കോൽ കൂട്ടം തിരികെ മേൽശാന്തിയെ ഏൽപ്പിക്കും. അതിനുശേഷം തിരുവാഭരണങ്ങളുമായിട്ട് രാജപ്രതിനിധി പന്തളത്തേക്കുള്ള മടക്കയാത്ര ആരംഭിക്കും. 23-ാം തീയതി പന്തളത്ത് തിരികെ അദ്ദേഹം എത്തുന്നതോടു കൂടിയിട്ടാണ് ഈ മണ്ഡലം
അവസാനത്തെ ചടങ്ങും പൂർത്തിയാകുന്നത്. തിരുവാഭരണങ്ങൾ തിരികെ അതേപോലെ തന്നെ ഘോഷയാത്രയായി തന്നെ അല്ലെങ്കിൽ ആ വന്നതുപോലെ തന്നെ കാൽനടയായി തന്നെ പന്തളത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ശേഷം 23-ാം തീയതി പന്തളം രാജകൊട്ടാരത്തിൽ രാജകീയമായിട്ട് സ്വീകരണം നൽകി തിരുവാഭരണങ്ങളെ പന്തളത്ത് സാമ്പിക്കൽ കൊട്ടാരത്തിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നതോടുകൂടി എല്ലാ ചടങ്ങുകൾക്കും ആചാരപരമായിട്ടും ഔദ്യോഗികമായിട്ടുമുള്ള അവസാനമാകും. എന്തായാലും കൂടി എല്ലാ ചടങ്ങുകൾക്കും ആചാരപരമായിട്ടും ഔദ്യോഗികമായിട്ടുമുള്ള അവസാനമാകും. എന്തായാലും പൂർവാധികം ഭംഗിയായി തന്നെ ശബരിമലയിൽ ഈ വർഷം എല്ലാ ചടങ്ങുകളും ആചാരപരമായിട്ടുള്ള ചടങ്ങുകളും അതിന്റെ ശുഭപര്യവസാനത്തിലേക്ക് എത്തുകയാണ്. ഇന്നലെ വരെ എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. മണിമണ്ഡപത്തിൽ നിന്നും കൊമ്പൻ മീശക്കാരനായിട്ടുള്ള അയ്യപ്പന്റെ തിടമ്പ് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. അതിനുശേഷം നായാട്ടുവിളി അടക്കമുള്ള പരമ്പരാഗത ചടങ്ങുകൾ ശബരിമലയിൽ മുറതെറ്റാതെ തന്നെ നടന്നു. വലിയ ഭക്തജന സാന്നിധ്യത്തിൽ ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ ആ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചു. അതിന് 6-ാം നാൾ മകരസംക്രമത്തിന്റെ 6-ാം നാളിലാണ് ഈ മാളികപ്പുറത്ത് പ്രകൃതിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുരുതി ചടങ്ങുകൾ നടക്കുന്നത്. ചടങ്ങുകൾക്ക് ആരംഭമായിട്ടുണ്ട്. ആ പ്രസാദം വിതരണം ചെയ്യുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. തീർത്ഥാടകർക്ക് ആ ഗുരുതി ചടങ്ങിന്റെ പ്രസാദം അത് ആ കുന്നക്കാട്ട് കുടുംബക്കാർ അവർ വിതരണം ചെയ്യുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഗുരുതി ചടങ്ങുകൾ കൂടി പൂർത്തിയാകും. അതിനുശേഷം തീർത്ഥാടകരെ മുഴുവൻ സന്നിധാനത്ത് നിന്നും ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ടാകും. എന്തായാലും ഇന്ന് രാത്രി തന്നെ മുഴുവൻ തീർത്ഥാടകരോടും ഈ ചടങ്ങിന് ശേഷം മടങ്ങിപ്പോകണമെന്നുള്ള നിർദ്ദേശം ആവർത്തിച്ച് ദേവസ്വം ബോർഡ് നൽകി വരികയും ചെയ്യുന്നുണ്ട്. ഒപ്പം അവരെ മലയിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പോലീസ് അടക്കമുള്ള സേനകളും കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ആരെയും സന്നിധാനത്ത് തങ്ങുവാനായിട്ട് അനുവദിക്കുകയില്ല. എന്തായാലും ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ ശബരിമലയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുതി ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എന്തായാലും ഗുരുതി ചടങ്ങുകൾക്ക് കൂടി പരിസമാപ്തി കുറിക്കുന്നുണ്ടാവും. ഈ കുമ്പളങ്ങയാണ്, ആ കുമ്പളങ്ങ മുറിക്കുന്നതാണ് ഗുരുതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നിലനിൽക്കുന്നത്. കുമ്പളങ്ങ മുറിച്ചതിന് ശേഷം ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കിയ ചുവപ്പ് നിറത്തിലുള്ള ആ നിണം, അത് രക്തത്തിന്റെ പ്രതീകമാണ്. ആ നിണം ഒഴുക്കിയാണ് ഈ ചടങ്ങുകൾക്ക് പര്യവസാനമാകുന്നത്. എന്തായാലും അതിൻ്റെ ഒരു ആ ചടങ്ങുകളുടെയൊക്കെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുകയാണ്. ഒപ്പം ശരണം വിളികളോടുകൂടി ഭക്തരും ആ ചടങ്ങുകളിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുന്നു. മാളികപ്പുറത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും തിങ്ങി നിറഞ്ഞ് ഭക്തജനങ്ങൾ നിൽക്കുകയാണ്. അവർ വൈകുന്നേരം മുതൽ തന്നെ, നട തുറന്നത് മുതൽ തന്നെ ഇവിടെ എത്തി, മാളികപ്പുറത്തെത്തി ഈ ചടങ്ങുകൾ കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുകയാണ്. എന്തായാലും അവരുടെയൊക്കെ ആ ഒരു ഭക്തി നിറഞ്ഞ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് കാലം അതിൻ്റെ ശുഭ പര്യവസാനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ശരണം വിളികളോടുകൂടി അവർ ആ ചടങ്ങുകളെയൊക്കെ കണ്ടു തൊഴുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇനി ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ വ്രതാനുഷ്ഠാനവും പ്രാർത്ഥനയും ഒക്കെയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അയ്യപ്പൻ യോഗസമാധിയിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് ഇനി നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നാളെ പിതൃസ്ഥാനീയനായിട്ടുള്ള പന്തളം രാജാവ് അദ്ദേഹം കണ്ടു തൊഴുത് അദ്ദേഹത്തിന് ദർശനം കൂടി നൽകിയതിനു ശേഷം അയ്യപ്പൻ വീണ്ടും ചിന്മുദ്രാങ്കിതനായിട്ട് ഭസ്മവിഭൂഷിതനായിട്ട് ഈ കാനന ക്ഷേത്രത്തിൽ വീണ്ടും യോഗസമാധിയിലേക്ക് കടക്കും. പിന്നീട് ഇനി അടുത്ത മലയാള മാസം കുംഭമാസ പൂജകൾക്ക് വേണ്ടിയായിരിക്കും ശബരിമല ക്ഷേത്ര നട തുറക്കുന്നുണ്ടാവുക. എന്തായാലും ഒരു നാളുകൾ നീണ്ടുനിന്ന, മാസങ്ങൾ നീണ്ടുനിന്ന, 3 മാസക്കാലത്തോളം നീണ്ടുനിന്ന ആ മണ്ഡല മകരവിളക്ക് കാലത്തിന് കൂടി ശബരിമലയിൽ ഈ ഗുരുതി ചടങ്ങുകളോടുകൂടി സമാപനം കുറിക്കാനായിട്ട് പോവുകയാണ്. ആദ്യ ദിവസം അല്ലെങ്കിൽ ഈ മണ്ഡലകാലത്തിന്റെ ആദ്യകാലം മുതൽ തീർത്ഥാടകർക്ക് പലവിധ പ്രതിസന്ധികളൊക്കെ നേരിട്ടെങ്കിലും അവയൊക്കെ പിന്നീട് ഈ ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ കൊണ്ട് മറികടന്നുകൊണ്ട് പൂർവാധികം ഭംഗിയായിട്ട് എല്ലാ ചടങ്ങുകളും അതിന്റെ മുറതെറ്റാതെ ആചാരപ്രകാരം തന്നെ ശബരിമലയിൽ പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളിൽ അപര്യാപ്തതകളൊക്കെ ദേവസ്വം ബോർഡും അധികൃതരും വരുത്തിയെങ്കിൽ പോലും ഈ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ പൂർവാധികം ഭംഗിയായി തന്നെ ശബരിമലയിൽ നടന്നു. ആ ചടങ്ങുകളൊക്കെ ലക്ഷോപലക്ഷം തീർത്ഥാടകർ കണ്ടു തൊഴുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശബരിമലയിൽ വലിയ ഭക്തജന സാന്നിധ്യവും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും പ്രതിദിനം 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ